നടു റോഡിലും ഓടുന്ന ട്രെയിനിലുമൊക്കെ ഇസ്ലാം മത വിശ്വാസികൾ നമസ്കരിക്കുന്നത് യൂറോപ്പിലടക്കം കണ്ടിട്ടുണ്ട്. ചില രാഷ്ട്രീയ നിരീക്ഷകരും വലതുപക്ഷ സംഘടനകളും ഇതിനെ ഒരു രാഷ്ട്രീയ നീക്കമായി കാണുന്നു. പൊതുസ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും ഉറപ്പിക്കാനുള്ള ശ്രമമാണെന്നും ഇത് യൂറോപ്യൻ മതേതര മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നുവെന്നും ഇവർ വാദിക്കുന്നു. ഫ്രാൻസിൽ ഇത്തരം പ്രാർത്ഥനകൾ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമായതിനെ തുടർന്ന് പാരീസിൽ തെരുവിലെ പ്രാർത്ഥനകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഓടുന്ന ട്രെയിനിലും ബസ്സിലുമൊന്നും ഇത്തരം പ്രഹസനങ്ങൾ നടക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മല്ലു സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിച്ച സംഭവമായിരുന്നു പാലക്കാട് നഗരത്തിൽ നടു റോഡിൽ ഒരു വനിത നിസ്കരിച്ചത്. ഇതോടെ ഇസ്ലാമിക ജിഹാദിസം കേരളത്തിലേക്കും വ്യാപിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം തുടങ്ങി. ചില മാധ്യമങ്ങളും ഇതിന് കൂട്ടുപിടിച്ചു. പക്ഷേ യാഥാർത്ഥ്യം പിന്നീടാണ് അവർ അറിഞ്ഞത്. പാലക്കാട് നഗരത്തിലെ IMA ജംഗ്ഷനിലാണ് സംഭവം. വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നടു റോഡിൽ വെച്ചായിരുന്നു നിസ്കാരം. വെള്ള നിറമുള്ള നിസ്കാരക്കുപ്പായം ധരിച്ച സ്ത്രീ നടു റോഡിൽ പ്രാർത്ഥന നടത്തുന്ന ദൃശ്യങ്ങളാണ് വൈറലായത്. അതേസമയം വസ്തു സംബന്ധിച്ച പ്രശ്നത്തിൽ തനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഇവർ നടു റോഡിൽ നിസ്കരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഭർത്താവിന്റെ മരണശേഷം ഭർത്തൃ വീട്ടുകാർ ഇവർക്ക് സ്വത്ത് നൽകാതെ വഞ്ചിച്ചു. നിരവധി പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിലുള്ള പ്രതിഷേധമായിരുന്നു നടു റോഡിലെ നിസ്കാരം. കോയമ്പത്തൂർ സ്വദേശിനിയായ അനീസയാണ് ഇവയിൽ ഒപ്പിച്ചത്. കൊല്ലങ്കോട് നെണ്ടൻ കീഴായിലാണ് ഇവരുടെ ഭർത്താവിന്റെ വീട്. ഭർത്താവിന് അവകാശപ്പെട്ട 8 സെന്റ് ഭൂമി സ്വത്ത് വീതം വെക്കലിൽ നിന്ന് തന്നെ ഒഴിവാക്കി സഹോദരങ്ങൾ വീതം വെച്ചെടുത്തതിലുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തത്. ട്രാഫിക് തടസ്സപ്പെടുത്തിയതിനും പൊതുസ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയതിനും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തു. കടുത്ത മാനസിക വിഷമത്തിലായിരുന്ന അവർ തന്റെ പ്രതിഷേധം അറിയിക്കാൻ തിരഞ്ഞെടുത്ത രീതിയായിരുന്നു ഇത്. പക്ഷേ അപ്പോഴേക്കും ഇതൊരു വ്യക്തിപരമായ സ്വത്ത് തർക്കമാണെന്ന വസ്തുത അറിയാതെയാണ് പല പ്രൊഫൈലുകളും ഈ ദൃശ്യം പങ്കുവച്ചത്. സോഷ്യൽ മീഡിയയിലെ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് പല പോസ്റ്റുകളും നിമിഷങ്ങൾക്കുള്ളിൽ ഇറങ്ങി. പക്ഷേ സത്യാവസ്ഥ അറിഞ്ഞതോടെ എല്ലാം കോമഡിയായി. അതോടെ ജൂനിയർ മാൻഡ്രക് എന്ന സിനിമയിൽ നടു റോഡിൽ പായ വിരിച്ചു കിടന്ന ജഗതി ശ്രീകുമാറിന്റെ ചിത്രമാണ് ട്രോളായത്. അതേസമയം റെജീന നൂർജഹാൻ എന്നൊരാൾ ഫേസ്ബുക്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറിച്ചത് ഇങ്ങനെയാണ്: പാലക്കാട്ടെ റോഡ് നിസ്കാരം, ഒരു വസ്തുത പറയാം. മറ്റു ജിഹാദി മാനസിക പ്രശ്ന നറേഷനൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഉമ്മയ്ക്ക് 2 പെൺമക്കളാണ്. വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് എല്ലായിടത്തും മക്കൾ എന്നേ കാണുന്നുള്ളൂ. ആ മക്കൾ പെൺമക്കളാണ്. അപ്പോൾ നിലവിലെ മുസ്ലിം അനന്തരാവകാശ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് വാപ്പയുടെ ഓഹരി വാപ്പയുടെ അനുജന്മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കിട്ടിച്ചിട്ടുണ്ടാവുക. ഇൻഡസ്ട്രീറ്റായി വില്ലെഴുതാതെ ഭാഗം നടക്കാതെയൊക്കെ പിതാവ് മരണപ്പെടുമ്പോൾ ബാക്കിയാവുന്ന പെൺമക്കളുടെ വിധവയുടെ ഗതികേടാണ് ആ കണ്ടത്. ഈ പ്രശ്നത്തിൽ നണ്ടൻകഴയിലെ മഹൽ കമ്മിറ്റികളുടെ നറേഷൻ എന്തെന്ന് നിലവിൽ അറിയില്ല. ഫിക്സഡ് ഷെയ്ഡ്സ് ഉണ്ട്. അത് ഏതൊക്കെ നിലയ്ക്ക് നിയമപരമായി ഭാഗം കൊടുത്തിട്ടുണ്ട് ഇല്ല എന്നത് വ്യക്തവുമല്ല. മിക്കവാറും കേസുകളിൽ പെൺകുട്ടികൾക്ക് നാമമാത്രമായ ഓഹരികളെ കൊടുക്കാറുള്ളൂ. പലപ്പോഴും പിതാവിൻ്റെ സഹോദരന്മാർ അത് കൈക്കലാക്കുകയും ചെയ്യും. നീതിമാന്മാരുടേതല്ലല്ലോ നാട്. സ്വാഭാവികമായും ആ അമ്മയ്ക്ക് മാനസിക പ്രശ്നം വരും. കൂട്ടത്തിൽ ഏതെങ്കിലും ദുരുപദേശക്കാരുടെ വലയിൽ വീണിട്ടുമുണ്ടാവാം. അധികൃതരെ കാണാതെ നിൽക്കാതെ കൈവിട്ട് കളിക്ക് അവർ നിന്നത്. ബാക്കി എല്ലാ ടീമും ഒന്ന് മാറി നിൽക്കേ. എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിലെ ലിംഗനീതിയുടെ പ്രശ്നം കാണാം. എന്നാൽ ആ കോട്ട മൈതാനിയിലെ പൊടിയെങ്കിലും ഒന്നടങ്ങും. പിന്നെ എന്തൊക്കെ ആയാലും ഞങ്ങളുടെ പാലക്കാടുകാരുടെ ടൈമൊക്കെ ബെസ്റ്റ് ടൈമാണ്. എവിടെ വള്ളി പൊട്ടിയാലും നേരെ ഇങ്ങോട്ടേക്ക് വീണോളും എന്നുമാണ് അവരുടെ കുറിപ്പ്. അതേസമയം ഇവർക്ക് എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നുമാണ് ചില വിവരങ്ങൾ.